നമ്മളെടുത്ത ലോണിന്റെ വിവരങ്ങൾ ബാങ്കുകൾ അറിയുന്നത് എങ്ങനെ? അത് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ വരേണ്ടതെന്നാണ് ബാങ്കുകൾക്ക് ഈ വിവരങ്ങൾ ഏത് രീതിയിലാണ് ചോർന്ന് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഈ ബാങ്കുകൾ പല ഇൻസ്റ്റിറ്റ്യൂഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഫുള്ള് തേർഡ് പാർട്ടിയാണ്. ഡാറ്റ എന്ന് പറയുന്നത് വളരെ സീക്രസി ഉള്ള ഒരു സംഭവമാണ്. അത് നമുക്ക് ബാങ്കിന് നമ്മൾ കാരണം തന്നെയാണ് കിട്ടുന്നത്. നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു ഇൻഫർമേഷൻ ബാങ്ക് അറിയുമ്പോൾ ആ ബാങ്കിന് അതൊരു തീരുമാനം എടുക്കുന്നതിലേക്ക് മാറി വരുന്നുണ്ട്. നമ്മുടെ ബാങ്കുകൾ എല്ലാവരും ഒരാളുടെ ലോൺ ഹിസ്റ്ററി പരിശോധിക്കുന്നത് സിബിൽ എന്നൊരു വെബ്സൈറ്റ് മുഖാന്തരമാണ്. അപ്പം നിങ്ങൾക്ക് തോന്നാം സിബിൽ എന്ന് പറയുന്ന നിങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കുന്ന ഒരു ഏജൻസിയുടെ ചരിത്രം എന്താണെന്ന് നിങ്ങൾക്ക് പരിശോധിക്കേണ്ടി വരും. അങ്ങനെ പരിശോധിക്കുന്നതിന് മുന്നേ തന്നെ അത് ലീഗലി പോസിബിൾ ആണോ? ഒരാളുടെ ഡാറ്റ മറ്റൊരാൾ എടുക്കുന്നത് ഇന്ത്യയിൽ ലീഗലി പോസിബിൾ ആണോ? എന്നാൽ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഡാറ്റ എടുക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു കമ്പനി ഓതറൈസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? നമ്മളൊരു ബാങ്കിനെ ലോണിന് വേണ്ടി സമീപിക്കാൻ ബാങ്ക് ലോൺ അപ്ലിക്കേഷൻ്റെ കൂടെ നമുക്ക് ഒരുപാട് രേഖകൾ സൈൻ ചെയ്യാൻ വേണ്ടി തരും. അതിൽ മിക്ക ബാങ്കുകളും ആ ഒരു ഡോക്യുമെന്റ് ചെക്ക് ലിസ്റ്റിന്റെ കൂടെ തന്നെ സബ്മിറ്റ് ചെയ്യുന്നതാണ് സിവിൽ കൺസെന്റ് ഫോം എന്ന് പറഞ്ഞൊരു ഫോം ഉണ്ട്. അതായത് നിങ്ങളുടെ രേഖ, അതായത് നിങ്ങളുടെ ലോൺ ഡീറ്റെയിൽസ് എല്ലാം ബാങ്കിൽ പരിശോധിക്കാൻ വേണ്ടിയുള്ള അനുവാദമായിരിക്കും അതിൻ്റെ ഒരു കണ്ടന്റ്. മിക്ക ആൾക്കാരൊന്നും വായിച്ചു നോക്കാറില്ല. അവർ നേരെ ചെല്ലും ബാങ്കിൽ ലോൺ അപ്ലൈ ചെയ്യും. ലോൺ അപ്ലൈ ചെയ്തതിനു ശേഷം സ്വാഭാവികമായിട്ട് ലോൺ അപ്ലൈ ചെയ്തു അവർക്ക് ലോൺ കിട്ടുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ അവിടെ ഒപ്പിട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ വിവരങ്ങൾ, അതായത് നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിവരങ്ങൾ, അതായത് ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അദ്ദേഹം എടുത്ത വായ്പ, അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ മറ്റൊരാൾ അറിയുന്നതിന് വേണ്ടി നിങ്ങൾ ഒപ്പിട്ട് കൊടുക്കുന്നതാണ്. അപ്പം നിങ്ങൾ ചെയ്തൊരു കാര്യത്തിന്റെ പേരിൽ തന്നെയാണ് നാളെ നിങ്ങൾക്ക് വേറെ പല ലോണുകളും കിട്ടാതെയാവുന്നത്. ഇന്ത്യയിൽ 2000-ലാണ് ഈ സിബിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് 2000 വരെ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. അപ്പൊ 2000-ന് മുന്നേ വരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എങ്ങനെയാണ് ഒരു ബാങ്ക് ഒരു വ്യക്തിയുടെ ലോൺ ഹിസ്റ്ററി എടുക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് സാധാരണഗതിയിൽ നമുക്കൊരു ലോൺ എടുക്കുന്ന സമയത്ത് കോപ്പറേറ്റീവ് ബാങ്കുകൾ ഇപ്പോൾ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് രജിസ്റ്റേർഡ് മോർഗേജ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് രജിസ്റ്റേർഡ് മോർഗേജ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത ഡാറ്റയുടെ ഡീറ്റെയിൽസ് രജിസ്റ്റർ ഓഫീസിൽ റെക്കോർഡാവും. അപ്പോൾ ബാങ്കുകൾക്ക് ഈസി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ലോൺ എടുത്ത ഡീറ്റെയിൽസ് അതിൽ എല്ലാ കാലവും നമുക്ക് കാണാൻ പറ്റും. അതൊരു മെത്തേഡിലാണ് ബാങ്കുകൾ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോണിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. പക്ഷേ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അതറിയണമെങ്കിൽ അത് മോർഗേജ് ലോൺ ആയിരിക്കണം. അതായത് നിങ്ങളൊരു വസ്തു വായ്പയുമായി എടുത്ത ലോൺ മാത്രമേ നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നോർമലി മിക്ക ആൾക്കാർ ഇന്ന് കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന പേഴ്സണൽ ലോൺ, ക്രെഡിറ്റ് കാർഡ്, വണ്ടി ലോൺ, ഈ തരത്തിലുള്ള ലോണുകളാണ്. ഈ തരത്തിലുള്ള ലോണുകൾക്ക് ഒന്നും തന്നെ വേറെ ഒരു റെക്കോർഡോ രേഖയോ എവിടെയും കിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എൻട്രി, അതായത് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എൻട്രിയാണ് ട്രാൻസ് യൂണിയൻ എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ കമ്പനിയുടെ എൻട്രി. അങ്ങനെയുള്ള ഒരു അമേരിക്കൻ കമ്പനി എന്ത് ചെയ്തു, ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിലേക്ക് വന്നിട്ട് ഇപ്പോൾ അവരുടെ ഡാറ്റാ ബേസിൽ 600 മില്യൺ ആൾക്കാരുടെ വിവരം, അതെന്ന് പറയുന്നത് ഇന്ത്യ പോലത്തെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ജനസംഖ്യയുടെ എത്ര ശതമാനമാണ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. 600 മില്യൺ ആൾക്കാരുടെ ഡാറ്റയും 32 മില്യൺ ബിസിനസ് സ്ഥാപനങ്ങളുടെ ഡാറ്റയും അവരുടെ കയ്യിലുണ്ട്. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ കമ്പനിയുടെ എത്രത്തോളം വലിയ ഭീകരമായ സൈസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്ത്യയിൽ അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഇന്ത്യയിൽ ഈ ഒരു കമ്പനി മാത്രമാണോ ഇത്തരത്തിൽ ഡാറ്റകൾ കീപ്പ് ചെയ്യുന്നത് എന്നുള്ളൊരു സംശയം വരാം. അതൊരിക്കലുമല്ല. ഇന്ന് ഇന്ത്യയിൽ വേറെ ക്രിഫ് പോലത്തെ മറ്റ് 4-5 4-5 സ്ഥാപനങ്ങൾ കൂടെ ഈ തരത്തിലുള്ള ഡാറ്റ കീപ്പ് ചെയ്യുന്നുണ്ട്. അത് പല കമ്പനികളും പല ഡാറ്റയ്ക്കായി ഈ പറഞ്ഞ കമ്പനികളെ സമീപിക്കാറുണ്ട്. എന്നാലും നമുക്ക് ഈ സിബിലിന്റെ തട്ട് താന്നിരിക്കുന്നു പറയുന്ന മാതിരി തന്നെ സിബിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ, ഈ ഏറ്റവും കൂടുതൽ ബാങ്കുകൾ യൂസ് ചെയ്യുന്ന ഒരു മെട്രിക്സ് എന്ന് പറയാം. നമുക്കൊരു ജനങ്ങൾക്ക് ഇപ്പോൾ ഈ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ സിബിലിനെ അറിയുള്ളൂ. സിബിൽ എന്ന് പറയുന്ന ഒരു കമ്പനിയാണെന്നോ അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റിന്റെ പേരാണ് സിബിൽ എന്നുള്ളതൊന്നും ജനങ്ങൾക്ക് അറിയില്ല. ജനങ്ങൾ പറയുന്നത് സിബിൽ എടുത്തിട്ടുണ്ട്, സിബിൽ റിപ്പോർട്ട് ബേസ് ചെയ്ത് ലോൺ റിജക്റ്റ് ആയി, ഇത്ര മാത്രമേ ജനങ്ങൾക്കുള്ളൂ. അപ്പം നമ്മൾ പറഞ്ഞത് ഈ കമ്പനിയുടെ ഒരു ചരിത്രം പറഞ്ഞു, ഈ കമ്പനിയുടെ സൈസ് പറഞ്ഞു, ഇതിന്റെ ഒരു വ്യാപ്തി പറഞ്ഞു. ഇത്രയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് കാണുന്നത് നിങ്ങൾക്ക് തോന്നാം ഇത് എന്തിനാണ് നിങ്ങൾ ഇതിനെക്കുറിച്ച് ബോധവാനാവണം, നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് നിങ്ങളെ എഫക്ട് ചെയ്യുന്നത്. അത് പറയുമ്പം നിങ്ങൾക്ക് നല്ല വരുമാനമുണ്ട്, നിങ്ങൾക്ക് നല്ല സ്വത്തുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വേറെ ഫാമിലിയിൽ നിങ്ങളുടെ റിലേഷനോ വേണ്ടി നിങ്ങളൊരു ജാമ്യം നിന്ന് കൊടുത്തിട്ടുണ്ടാവും ലോണിന്. സ്വാഭാവികമായിട്ടും ചിലപ്പോൾ നിങ്ങളൊരു ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടാവും. ആ ഒപ്പിനെ കുറിച്ച് ചിലപ്പോൾ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ചിലപ്പം കുറേ വർഷങ്ങൾ, അതായത് 10, 5, 6 വർഷങ്ങൾ കഴിഞ്ഞ് ആ ലോൺ മുടങ്ങി കഴിയുമ്പോൾ ചിലപ്പോൾ ചില ബാങ്കുകൾ നിങ്ങളെ ഇൻഫോം ചെയ്താണെന്നൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ അറിഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല. കാരണം നിങ്ങളുടെ നമ്പറൊക്കെ ചിലപ്പം കൊടുത്ത ആ നമ്പറൊന്നും ചിലപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടാവില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു ആവശ്യത്തിന്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ മകളുടെ ഒരു പഠനാവശ്യം അല്ലെങ്കിൽ മകൻ്റെ ഒരു പഠനാവശ്യമോ കല്യാണ ആവശ്യമോ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നിങ്ങൾക്ക് അത്രയും ആവശ്യമുള്ള സമയത്തായിരിക്കും ചിലപ്പോൾ നിങ്ങൾ പോവുക. ബാങ്കിൽ സമീപിക്കും, ബാങ്ക് പറയും നിങ്ങൾക്ക് ലോൺ തരാൻ കഴിയില്ല, കാരണം നിങ്ങളുടെ തിരിച്ചടവ് ശരിയല്ല. അപ്പം നിങ്ങൾ സ്വാഭാവികമായിട്ടും അത്ഭുതത്തോടു കൂടി ആലോചിക്കുന്നുണ്ടാവും, നിങ്ങൾ ഇത്രയും കാലം ലോൺ എടുത്തിട്ടില്ല, വേറെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വേറെ ബുദ്ധിമുട്ടില്ല, പിന്നെ എങ്ങനെ എൻ്റെ ലോണോട് തിരിച്ചടവ് തെറ്റിയെന്നുള്ളത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തന്നെ തോന്നാം, നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വർഷാവർഷം നമുക്ക് ഒരു ഫ്രീ റിപ്പോർട്ട് civilreport.com എന്നുള്ള സൈറ്റിൽ നമുക്ക് ലഭിക്കുന്നതാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ചാർജബിൾ ആണ്. പക്ഷെ
എല്ലാ വർഷവും നമുക്ക് റിപ്പോർട്ട് ഇടും. നമ്മളെ സംബന്ധിച്ചുള്ള സാധാരണക്കാരനെ സംബന്ധിച്ചുള്ള വർഷത്തിൽ ഒരിക്കലും റിപ്പോർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അയാളുടെ സിവിലിൽ എന്തൊക്കെ ലോൺ ഉണ്ടെന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമ്മൾ അറിയാതെ നമ്മളുടെ ലോണിൽ വന്നൊരു ലോൺ ആണെങ്കിൽ നമുക്കത് ഏത് ബാങ്കിലാണ് വന്നതെന്നുള്ളത് നമുക്ക് അപ്പം മനസ്സിലാക്കാൻ പറ്റും. ആ റിപ്പോർട്ട് എടുത്ത് നോക്കുന്നത് സമയത്ത് മനസ്സിലാക്കാൻ പറ്റും. ഈ റിപ്പോർട്ട് എടുക്കുന്നതിൻ്റെ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ഞാൻ ഇത് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് മനസ്സിലാവും. 2011 മുതലാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും റിപ്പോർട്ട് എടുക്കാനുള്ള ഒരു സംവിധാനം സിബിൽ.com കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം അതുവരെ നമുക്ക് എന്ത് ചെയ്യാം, ബാങ്കിന് മാത്രമേ ഉള്ളൂ റിപ്പോർട്ട് എടുത്തു നോക്കാനുള്ള അവസരം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ 2011 മുതൽ ജനങ്ങൾക്ക് എല്ലാവർക്കും അവരവരുടെ സിബിൽ എടുക്കാനുള്ള ഒരു പെർമിഷനും കൂടി ഉണ്ടായി. പിന്നെ അത് മാത്രമല്ല, അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ പ്രൈവറ്റ് വെബ്സൈറ്റുകളായ പൈസ ബസാർ പോലത്തെ സൈറ്റുകളിൽ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സിബിൽ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതും തികച്ചും ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അപ്പം നമുക്ക് നമ്മുടെ ഒരു സിബിൽ ഡാറ്റ അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളൊരു ബാങ്കറിൻ്റെ മുമ്പിൽ ചെന്നിരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞറിയുന്നതിനേക്കാളും നല്ലത് നമുക്ക് തന്നെ നമ്മളുടെ കാര്യത്തിൽ ഒരു ക്ലിയർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടി അവിടെ നമുക്കൊരു അഡ്വാൻറ്റേജസ് കിട്ടും. കാരണം നമുക്ക് അവരോട് കുറച്ചും കൂടി ബാർഗെയിൻ ചെയ്യാൻ പറ്റും. നമ്മൾ വഴി അല്ലാതെ ഉള്ള ലോണിലാണ് പ്രശ്നമെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രൂഫൊക്കെ ആയിട്ട് ആ ബാങ്കറെ മുന്നിൽ ഇരിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ആയിരിക്കും. അതല്ലാതെ ലോൺ റിജക്റ്റ് ആയതിനു ശേഷം നമ്മൾ പോയി കുറേ സംസാരിച്ചിട്ടോ നമ്മൾ ബാങ്കറോട് കുറേ നമ്മളെ ബുദ്ധിമുട്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മളെല്ലാം നമ്മൾ സ്പെസിഫിക് ആവുക. ലോൺ എടുക്കാൻ പോകുക എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ വലിയ തീരുമാനങ്ങളാണ്. കാരണം ചെറിയ തീരുമാനങ്ങളല്ല. ചിലപ്പോൾ ഒരു ഹൗസിംഗ് ലോൺ അല്ലെങ്കിൽ വണ്ടി ലോൺ എന്നൊക്കെ പറയുന്നത് ദീർഘകാല ലോണുള്ളൂ. വണ്ടി ലോൺ മീഡിയം ലോൺ ആണെങ്കിൽ കൂടെ ഹൗസിംഗ് ലോൺ അതേമാതിരി പ്രോപ്പർട്ടി ലോണൊക്കെ ദീർഘകാല വായ്പയാണ്. അപ്പോൾ നമ്മളൊരു വർഷം നമ്മളൊരു ജീവിത ശരാശരി ആയുസ് എന്ന് പറയുന്നതിൻ്റെ പകുതിയോ പകുതിക്ക് കൂടുതലാവും നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ ഹൗസിംഗ് ലോണിന് വേണ്ടി നമ്മൾ മാറ്റി വെക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വ്യാപ്തി, നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അപ്പം നമുക്ക് അടുത്തതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഇന്ത്യയിൽ 2000-ലാണ് ഈ സിബിൽ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ 2000 മുതലല്ല പക്ഷേ സിബിൽ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്ത് തുടങ്ങിയത്. അവർ 2004 മുതലാണ് റിപ്പോർട്ടുകൾ അക്വയർ ചെയ്ത് തുടങ്ങിയത്. പിന്നെ അതിനുശേഷം അവർ കൊമേഴ്ഷ്യൽ ബ്യൂറോ ഓപ്പറേഷൻസ് കമൻസ് ചെയ്ത് 2006 മുതലാണ്. 2007 അവരെന്ത് ചെയ്തു, ഫസ്റ്റ് ജനറിക് റിസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി അവർ കൊണ്ടുവന്നു. പിന്നെ അവിടുന്ന് അങ്ങോട്ടേക്ക് അവരുടെ ഇവല്യൂഷനാണ്. അതിനുശേഷം അവരെന്ത് ചെയ്തു, 2011-ലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2011-ലാണ് അവരെന്ത് ചെയ്തത്, നമ്മളെ ഒരു വ്യക്തികളുടെ സ്കോർ എടുക്കാനുള്ള ഓപ്ഷൻ കൊടുത്തത്. പിന്നെ അവർ 2016 ട്രാൻസ്യൂണിയൻ എന്ന് പറഞ്ഞൊരു കമ്പനി എന്താക്കി, സിബിലിനെ 92% സ്റ്റേക്ക് ഏറ്റെടുത്തിട്ട് ഇതിപ്പോൾ ട്രാൻസ്യൂണിയൻ സിബിലാക്കി മാറ്റി. പിന്നെ അവരെന്ത് ചെയ്തു, 2017 അവരുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് വെച്ചു. അതായത് ബിസിനസ്സുകാരുടെ ഡാറ്റയും കൂടെ അവർ അക്വയർ ചെയ്യുന്നത് തുടങ്ങി. 2017 അവരെന്ത് ചെയ്തു, MSME റാങ്കിങ് എന്ന് പറഞ്ഞൊരു സംഭവം കൂടി കൊണ്ടുവന്നു. അതുവരെ ബിസിനസ്സുകാരുടെ, അതായത് ബിസിനസ് എന്ന് പറയുന്ന സെപ്പറേറ്റ് ഒരു മനുഷ്യനായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മലയാളി വെച്ച് പറഞ്ഞാണ് ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. നമ്മൾ ആ രീതിയിലാണ് കൊമേഴ്സ് സ്റ്റുഡൻസ് ഒക്കെ പഠിക്കുന്നത്. അപ്പോൾ ആ ഒരു ബിസിനസിൻ്റെ പേരിലെടുത്ത ലോണിൻ്റെ ഡാറ്റ കിട്ടുക എന്ന് പറയുന്നത് അതുവരെ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഹെക്ടിക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചും ആ രീതിയിലൊക്കെയാണ് പണ്ട് എടുത്തുകൊണ്ടിരുന്നത്. അതിനുശേഷം എന്തായി, ഇവർ ഈ മറ്റേ MSME റാങ്കിങ് കൊണ്ടുവന്നുകൊണ്ട് കൂടിയിട്ട് ആ ഒരു കാര്യത്തിൽ സൊല്യൂഷനായി. ഇപ്പോൾ 2017 മുതൽ എടുത്ത എല്ലാ ബിസിനസിൻ്റെ ലോണിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കൊമേഴ്ഷ്യൽ സിവിൽ എന്ന് പറയുന്ന സംഭവം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബാങ്കിന് മനസ്സിലാക്കാൻ തുടങ്ങി. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ബാങ്കുകൾ നമ്മളുടെ എല്ലാ ഡാറ്റ, അതായത് നമ്മൾ ലോൺ എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞ ലോണും പറയാത്ത ലോണും എല്ലാ ഡാറ്റയും നമുക്ക് കൃത്യമായിട്ട് ബാങ്കിന് മനസ്സിലാവും. അതിൽ പെടാത്ത ലോണുകളുണ്ട്. KSFEയുടെ ചിട്ടിയൊന്നും അതിൽ പെടില്ല. കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് എടുത്ത ലോണുകൾ പലതും പെടുന്നില്ല. പക്ഷേ ഇപ്പോൾ കോപ്പറേറ്റീവ് ബാങ്ക്സും കുറച്ചും കൂടി അഡ്വാൻസ് ആണ്. അവരും സിബിൽ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ പെടാത്ത ലോണുകൾ ഞാൻ പറഞ്ഞ പോലെ KSFE ചിട്ടീസ് ഒന്നും നമ്മൾ ഇതുവരെ സിബിൽ റിപ്പോർട്ട് ചെയ്തില്ല. കാരണം ബിക്കോസ് ഇറ്റ്സ് നോട്ട് എ കൈൻഡ് ഓഫ് ലോൺ. ഒരിക്കലും ഒരു ലോണായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ചിട്ടി വിളിച്ചു കഴിഞ്ഞാൽ ലോണാവും, അല്ല വായ്പയാവും, ബാധ്യതയാവും എന്നുള്ളതാണ്. പക്ഷെ അതുവരെ അതൊരു ലോണല്ലല്ലോ, നമ്മളൊരു സമ്പാദ്യ സ്കീമായിട്ട് ചേരുന്നതാണല്ലോ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് സിബിലിൽ എന്തൊക്കെ, പിന്നെ നമുക്ക് അടുത്തായിട്ട് നമുക്ക് പറയാൻ പോകുന്നത് സിബിലിൽ എന്തൊക്കെ ഡാറ്റയാണ് ഒരു റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുക. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങൾ എത്ര കൊല്ലമായിട്ട് നിങ്ങൾക്ക് ഈ ക്രെഡിറ്റ് ഹിസ്റ്ററി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പോൾ ചിലർ 2000 മുതൽ തുടങ്ങിയിട്ടുണ്ടാവും. നമ്മളൊരു ആദ്യത്തെ ലോൺ എടുത്തതാണ് അന്ന് മുതലുള്ള ഡാറ്റ നമുക്ക് അതിലുണ്ടാവും. രണ്ടാമത്തെ കാര്യം, അപ്പോൾ ആ ഡാറ്റ മനസ്സിലാക്കുമ്പോൾ ബാങ്കിന് മനസ്സിലാക്കാൻ പറ്റും ഇദ്ദേഹം 2005 മുതലോ അല്ലെങ്കിൽ 2006 മുതലോ തുടങ്ങിയിട്ട് ഇത്ര വർഷം അടച്ച ലോണുകളിൽ അദ്ദേഹത്തിൻ്റെ റീപേയ്മെൻറ്റ് ബിഹേവിയർ എന്താണെന്നുള്ളത്. അപ്പോൾ റീപേയ്മെൻറ്റ് ബിഹേവിയർ ബാങ്ക് മനസ്സിലാക്കുമ്പോൾ ബാങ്കിന് എളുപ്പമാണ് കുറച്ചും കൂടി നിങ്ങൾക്ക് സാങ്ഷൻ തരാൻ വേണ്ടിയിട്ട്. കാരണം നിങ്ങൾ ഇത്രയും കൊല്ലമായിട്ട് നല്ല രീതിയിൽ അടച്ച ഒരാളാണെങ്കിൽ ഒബ്വിയസ്ലി ബാങ്ക് എന്ത് ചെയ്യും, അസ്യൂം ചെയ്യും നാളെ നിങ്ങളുടെ ലോൺ ഇനി ക്ലിയർ ആയിട്ട് പോകുന്നുള്ളത് അവർ അസ്യൂം ചെയ്ത് ലോൺ സാങ്ഷൻ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ടാമതായിട്ട് നല്ല റീപേയ്മെൻ്റ് ഉള്ളൊരു കസ്റ്റമർ ആണെങ്കിൽ ബാങ്ക് എന്ത് ചെയ്യും, അവരുടെ റേറ്റിൽ കുറച്ച് ഡീവിയേഷൻസ് ഒക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. കാരണം സിബിൽ സ്കോർ ബേസ് ചെയ്തിട്ടാണ് മിക്ക ബാങ്കുകളും റേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജസ് കിട്ടാനുള്ള ഒരു കാര്യമുണ്ട്. പിന്നെ മൂന്നാമതായിട്ട് നമുക്ക് നമ്മുടെ എല്ലാ ലോണിൻ്റെ റീപേയ്മെൻറ്റിൻ്റെ ഒരു പാറ്റേൺ മനസ്സിലാക്കാൻ പറ്റും. അതായത് റീപേയ്മെൻറ്റ് ഈ അടവ് മുടങ്ങിയ ഒരു സമയം, ഞാൻ പറയാം സപ്പോസ് ഇൻ കേസ് കൊറോണ സമയത്ത് അടവ് മുടങ്ങിയാണ്, നമ്മൾ മിക്ക ലോണുകളും കൊറോണയ്ക്ക് അടവ് തെറ്റിയതായിട്ട് അതിൽ കാണിച്ചിട്ടുണ്ടാവും.
അപ്പം നമുക്ക് ആ ഒരു സ്പെസിഫിക് ടൈമിൽ കസ്റ്റമർക്ക് എന്തെങ്കിലും ഫിനാൻഷ്യൽസി ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള ബാങ്കിൽ നോക്കാൻ മനസ്സിലാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, പിന്നെ ലോൺ എടുത്ത തീയതി, ലോൺ എമൗണ്ട്, എത്ര EMI അടച്ചു, എത്ര ഇൻട്രസ്റ്റ് റേറ്റിനാണ് എടുത്തത്, ഇങ്ങനത്തെ എല്ലാ വിവരങ്ങളും ബാങ്കിന് മനസ്സിലാകും. പക്ഷേ ബാങ്കിന് ഒരിക്കലും അത് ഏത് ബാങ്കിൽ നിന്നാണോ അല്ലെങ്കിൽ ഏത് ഫിനാൻഷ്യൽ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നാണോ ഈ പ്രസ്തുത ലോൺ എടുത്തതെന്നുള്ള വിവരം അവർക്ക് മനസ്സിലാവാൻ റിപ്പോർട്ടിൽ ഉണ്ടാവാറില്ല. പിന്നെ അത് നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ ഇൻഡിവിജ്വൽ സിബിൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ നേരത്തെ പറഞ്ഞു 2007 മുതലാണ് സിബിൽ എന്ത് ചെയ്തത്, സ്കോറിംഗ് സിസ്റ്റത്തിലേക്ക്, അതായത് ജനറിക് റിസ്ക് സ്കോറിംഗ് സിസ്റ്റം സിബിലിൽ കൊണ്ടുവന്നത്. അതായത് നമുക്ക് സിബിലിൽ ഒരു സ്കോർ എന്ന് പറയുമ്പോൾ റേഞ്ചിനാണ് നമുക്ക് പറയാം. കാരണം നമുക്കൊരു 300 മുതൽ ഒരു 900 വരെയാണ് ഇതിനൊരു റേഞ്ച് എന്ന് പറയാം. 300 എന്ന് പറയുന്നതാണ് ഏറ്റവും മോശം, 900 എന്ന് പറയുന്നത് ഏറ്റവും നല്ലതാണെന്ന് നമുക്ക് സങ്കല്പിക്കാം. അതിൽ തന്നെ ബാങ്കുകൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന സ്കോർ എന്ന് പറയുന്നത്, മിക്ക ബാങ്കുകൾ, ഞാനൊരു സ്പെസിഫിക് ഒരു ബാങ്കിന്റെ പേരോ ഒന്നും എടുത്ത് പറയുന്നില്ല, മിക്ക ബാങ്കുകളും എന്ത് ചെയ്യാണ്, കൂടുതലായിട്ട് അവർ പ്രിഫർ ചെയ്യുന്ന ഒരു സ്കോർ 700 ആൻഡ് എബോവ് ഉള്ള കസ്റ്റമേഴ്സ് ആണ്. 700 എബോവ് ഉള്ള കസ്റ്റമേഴ്സ് കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. കാരണം അധിക കസ്റ്റമേഴ്സിന് 700ന്റെ എബോവ് ആയിരിക്കും സ്കോർ. 800 എബോവ് എന്ന് പറയുന്നത് വളരെ ഒരു 20% താഴെ കസ്റ്റമേഴ്സ് മാത്രമേ 800 എബോവ് കീപ്പ് ചെയ്യാറുള്ളൂ. കാരണം അത്രയും എക്സലന്റ് ട്രാക്ക് റെക്കോർഡ് ആയിരിക്കണം. അവരുടെ എൻക്വയറീസ് എല്ലാ കാര്യങ്ങളും ആ ഒരു ഒപ്റ്റിമൽ മിനിമം ഒരു സിബിലിന്റെ സ്കോർ ഫാക്ടർ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇൻ ലൈൻ ആയിരിക്കണം. അപ്പം നമ്മുടെ സ്കോറിങ്ങിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഈ രീതിയിലാണ് വരുന്നത്. അടുത്തതായിട്ട് നിങ്ങൾക്ക് ചിലപ്പം അധികം ആൾക്കും അറിയാത്തൊരു സംഭവമുണ്ട്. സിബിൽ എന്ന് പറയുന്ന ഒരു ജോലി കിട്ടുന്നതിലേക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോഴത്തെ കാലത്ത് എന്നുള്ളതാണ്. കാരണം ഇന്ന് മിക്ക ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് മിക്ക കമ്പനികളും ഒരു എംപ്ലോയിക്ക് ജോലി കൊടുക്കുന്നത് സിബിൽ റിപ്പോർട്ട് നോക്കിയിട്ടാണ്, അതും കൂടി പരിഗണിച്ചിട്ടാണ്. കാരണം അത് പക്ഷേ നിങ്ങൾക്ക് അധികം ആൾക്കും അറിയാൻ ചാൻസ് ഇല്ല. കാരണം നിങ്ങൾ ചിലപ്പോൾ അത് നിങ്ങൾ ഇന്റേണലി അറിയുന്നുണ്ടാവില്ല. കാരണം ഇപ്പം കമ്പനികൾ അത്രത്തോളം ബോധേഡാണ്. കാരണം ഒരു വ്യക്തിയുടെ റീപേയ്മെന്റ് കപ്പാസിറ്റി കൂടെ ആ കമ്പനി നോക്കുമ്പോൾ ആ കമ്പനിക്ക് എത്രത്തോളം ആ വ്യക്തി സാമ്പത്തികമായിട്ട് അടിത്തറയുള്ള ആളാണെന്നും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അതൊരു ആഡഡ് ഇൻഫർമേഷൻ ആയിട്ട് നിങ്ങൾ വെച്ചാൽ മതി. കാരണം മിക്ക കമ്പനികളും, ഞാൻ പറഞ്ഞത് സ്പെസിഫിക് കമ്പനിയല്ല, ഈ ഒരുപാട് മിക്ക കമ്പനികളും ചില ഇൻഡസ്ട്രീസ് മുഴുവനായിട്ട് നോക്കാറുണ്ട്. കാരണം അവരുടെ ജോബ് റോളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, കാരണം ക്യാഷൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരാകുന്ന സമയത്ത് അവർക്ക് കൂടുതലായിട്ട് അവർ ക്യാഷ് ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ ഒരു തിരിച്ചടവും ബാക്കി കാര്യങ്ങളൊക്കെ ബാങ്ക് നോക്കിയിട്ടായിരിക്കും ചെയ്യാം. അപ്പോൾ ആ രീതിയിലും കൂടെ എന്ത് ചെയ്യണം, സിബിൽ ഇന്നത്തെ കാലത്ത് ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും വീഡിയോയിൽ പറഞ്ഞത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, സിബിൽ എന്ന് പറയുന്ന ഒരു സംഭവത്തിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ്, ഏത് രീതിയിൽ ഇനി സിബിലിനെ മനസ്സിലാക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി കുറച്ചൊരു ചെറിയ ചെറിയ ടിപ്സ്, അതായത് സിബിൽ എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ എന്നുള്ളതിൻ്റെ ഒരു ടിപ്സും കൂടി പറഞ്ഞ് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ആദ്യം തന്നെ സിബിൽ എന്ന് പറയുന്ന ഒരു സ്കോറിംഗ് ഫാക്ടർ ബേസ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടിംഗ് സിസ്റ്റം ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം നമുക്ക് സ്കോർ കൂട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ തിരിച്ചടവ് ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ എടുക്കുന്ന സെക്യൂർഡ് ലോൺസും അൺസെക്യൂർഡ് ലോൺസും ഒക്കെ നമ്മളൊരു മിതമായ രീതിയിൽ എടുക്കുക. അതായത് നമുക്ക് വെറും അൺസെക്യൂർഡ് ലോൺസ് മാത്രം എടുക്കാതെ നമുക്ക് സെക്യൂർഡ് ലോൺസും എടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ടൈപ്പ് ഓഫ് ലോണും എടുക്കുന്ന ഒരു കസ്റ്റമേഴ്സിന് സിബിൽ സ്കോർ മിക്കവാറും കൂടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഗോൾഡ് ലോൺ എടുക്കുന്ന കസ്റ്റമേഴ്സിന് തിരിച്ചടവ് സ്വാഭാവികമായിട്ടും കൂടുതലായിരിക്കും. കാരണം ഗോൾഡ് ലോൺ മന്ത്ലി ബേസ് ചെയ്തിട്ടായിരിക്കില്ല മിക്ക ഗോൾഡ് ലോണിൻ്റെ റീപേയ്മെൻറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഗോൾഡ് ലോൺ കുറച്ചധികം എടുക്കുന്നതുകൊണ്ട് സിബിൽ സ്കോർ കൂടാൻ ചാൻസ് ഉണ്ട്. കഴിയുന്നതും അനാവശ്യമായ എൻക്വയറീസ് ചെയ്യാതിരിക്കുക. ബാങ്കുകളിൽ നമ്മൾ അനാവശ്യമായിട്ടൊരു ബാങ്കിനെ സമീപിച്ചിട്ട് കൂടുതലായിട്ട് ലോൺ എൻക്വയറീസ് കൂട്ടുക എന്നുള്ളത് നമ്മൾ കഴിയുന്ന ഒഴിവാക്കുക. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ടിപ്സ് ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ റെഗുലറായിട്ട് നിങ്ങളുടെ സിബിൽ നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തെങ്കിലും ഡിപ്പ് വരുന്നുണ്ടെങ്കിൽ ഇത് എന്തായിരിക്കും. നമുക്ക് സ്കോറിൻ്റെ കൂടെ തന്നെ നമുക്ക് അതിൽ കാണിക്കാൻ പറ്റും. റിപ്പോർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് നിങ്ങളുടെ സ്കോറിനെ ബാധിച്ചിട്ടുള്ളതെന്നുള്ള പോയിന്റ്സ് സിബിൽ റിപ്പോർട്ടിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ സ്കോറിംഗ് റിപ്പോർട്ടിൽ വായിച്ചതിൽ നെഗറ്റീവായിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് അത് പോസിറ്റീവാക്കി മാറുമ്പോൾ നിങ്ങൾക്ക് സിബിൽ ഓൾറെഡി ഇമ്പോർട്ടൻ്റ് ആവും, ഓൾറെഡി മാറും. ഞാൻ ഈ പറയുന്നതൊക്കെ സിബിൽ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഈ കേൾക്കുന്ന പല ആൾക്കാർക്കും ബാധിക്കാത്ത കാര്യങ്ങളായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ലൈഫിൽ ഒരിക്കലെങ്കിലും സിബിലിൻ്റെ ഒരു ഗുണമോ ദോഷമോ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ ലൈഫിൽ വന്നിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി, ലോൺ എടുക്കാത്ത വ്യക്തികൾ ഇന്ന് ലോകത്ത് വളരെ കുറവാണ്. എടുക്കുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. എനിവേ, ഇനി എന്തെങ്കിലും ഈ വിട്ടുപോയ കാര്യങ്ങളോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിലെന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ഈ വീഡിയോയുടെ താഴെ ഇടുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക, ഇതിന് ക്ലാരിഫിക്കേഷൻ ആയിട്ട് ചെറിയൊരു വീഡിയോ ചെയ്യുക, അല്ലെങ്കിൽ ആ റിപ്ലൈ ആയിട്ട് ഞാൻ അതിൽ തന്നെ തരാൻ പറ്റുന്ന ശ്രമിക്കുന്നതാണ്.